നമസ്കാരം. ഡെമോക്രേസിയാണ്. എല്ലാവർക്കും സ്വാഗതം. ജോക്കർമാരും കോമാളികളും പരനാറികളുമൊക്കെ അരങ്ങു തകർക്കുമ്പോൾ ഈ വേഷങ്ങളെല്ലാം വെള്ളിത്തിരയിൽ കെട്ടിയാടിയ സാക്ഷാൽ ഇന്നസെന്റ് ചാലക്കുടിയിൽ നിന്ന് ദില്ലിയിലേക്ക് വിമാനം കയറാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന സഭയിലേക്കാണല്ലോ പോകുന്നത്. ഫലം വന്നപ്പോൾ തന്നെ മോദി നല്ലതു ചെയ്താൽ കൂടെ നിൽക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ദില്ലിക്ക് പോകുമ്പോൾ എന്താണ് അഭിപ്രായം? മോദി നല്ല പ്രധാനമന്ത്രി ആയിരിക്കുമോ? എന്നിട്ട് വേണം ഇന്ന് വൈകുന്നേരം ഈ ചാനലിൽ എനിക്കുള്ളത് കിട്ടാനായിട്ടല്ലേ. എന്തോ കഷ്ടപ്പാട്. എന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ കുട്ടി അവിടെ ഒളിച്ചിരുന്നിട്ട് അവിടെ നിന്ന് നരേന്ദ്രമോദിയെ പറ്റിയിട്ട് എന്താ അയാൾ നല്ല പ്രധാനമന്ത്രിയാവും. അയാളെ നമുക്ക് ഒന്നും എന്തായാലും ചോദിച്ച ചോദ്യത്തിന് പറയണം. അങ്ങനെ നമുക്ക് വെറുതെ കുറ്റം പറയാൻ പറ്റില്ല. ഒരാളെ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ നരേന്ദ്രമോദിയുടെ മെക്കെട്ട് കയറാൻ വേണ്ടി പോകുന്ന പണിയല്ല അവരുടെ ജോലി. അദ്ദേഹം ഇപ്പം അയാൾ എല്ലാവരുടെ മുമ്പിലും ഒരു ഇതായിട്ട് തന്നെ നിൽക്കണേ. അതുകൊണ്ടാണ് അയാൾ പ്രധാനമന്ത്രിയായത്. അയാൾക്ക് ഒരുപാട് ആളുകൾ എത്ര പേരുണ്ട് അവരുടെ BJP. എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയി അതൊക്കെ നമ്മൾ ആലോചിക്കണം. മറ്റുള്ള പാർട്ടികളോടുള്ള താല്പര്യക്കുറവായിരിക്കുക. അല്ലാണ്ട് നരേന്ദ്രമോദി ആളുകളെ മുഴുവൻ പിടിച്ചു വലിച്ചിട്ട് നിങ്ങൾ മുഴുവൻ വോട്ട് ചെയ്യുന്നു പറഞ്ഞ് തല്ലിയിട്ടൊന്നുമല്ല അയാൾക്ക് വോട്ട് കിട്ടിയത്, അല്ലെങ്കിൽ അയാളുടെ ആളുകൾക്ക് വോട്ട് കിട്ടിയത്. ഞാൻ അന്ന് ഇതുപോലെ എന്തോ പറഞ്ഞിട്ട് അന്ന് രാത്രി മുഴുവനും ഈ ചാനലിൽ നരേന്ദ്രമോദി നല്ലത് ചെയ്താൽ അയാളുടെ കൂടെ കൂടുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയും, അങ്ങനെ നല്ലതാണെന്ന് നമ്മൾ പറയും എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ ആൾക്കാർ പറയില്ലേ ഇയാൾ എന്ത് മോശം മനുഷ്യനാണ്. അങ്ങനെയാണ് ഒരാളെ പറ്റി പറയുക. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. അതങ്ങനെ തന്നെ ആയിരിക്കണം. എന്തായാലും മോദിയെ നേരിട്ട് കാണാൻ പോവുകയല്ലേ. കണ്ടയുടനെ വല്ല തമാശയും പൊട്ടിക്കുമോ? ആദ്യം കാണുമ്പോൾ എന്താകും ചോദിക്കുക? നരേന്ദ്രമോദിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആദ്യമായിട്ട് ഒന്നും ചോദിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അങ്ങനെ ഓരോരുത്തരോടും എന്താ വിശേഷം എന്ന് ചോദിച്ച് നടക്കുന്ന ഒരാളാവില്ല. അയാളിങ്ങനെ വരുന്നു, അദ്ദേഹത്തിനൊരു സ്ഥലം ഉണ്ടാവും, ആ സ്ഥലത്തിരിക്കും. ചോദ്യങ്ങളും ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ അനുവാദം വാങ്ങണം, അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ അത് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പലരെയും എനിക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ട്. എൻ്റെ നാട്ടുകാരൻ തന്നെ ഇരിഞ്ഞാലക്കുടക്കാരൻ ഒരാളാണ്. അയാളുടെ ഡോക്ടർ ജയചന്ദ്രൻ. അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് അദ്ദേഹത്തിൻ്റെ. കാരണം ഞാൻ പണ്ട് ഗുജറാത്തിൽ പോയപ്പോൾ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി പോയപ്പോൾ ജയചന്ദ്രൻ്റെ ക്ലിനിക്കിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അയാളുണ്ട് അവിടെ. പിന്നെ വേറെ നമ്മുടെ തൃശ്ശൂർക്കാരനൊരാളാണെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവരൊക്കെ മുഖാന്തരം ചോദിക്കാം. കാര്യം നടത്തി തരേണ്ട ചില മന്ത്രിമാർ ഇപ്പോൾ തന്നെ വിവാദത്തിലാണ്. സ്മൃതി ഇറാനിക്ക് വിദ്യാഭ്യാസം കുറവാണ് എന്നാണ് കേൾക്കുന്നത്. ഇന്നച്ചന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എനിക്ക് ശരിക്കും അത് പറയാൻ താല്പര്യമുണ്ട്. പക്ഷെ നമ്മളും അതിൽ വിട്ടൊരാളല്ലേ. അവർക്ക് എത്ര വരെയുണ്ട് പഠിപ്പ് അറിയോ? 12ാം ക്ലാസ് ആണെന്നൊക്കെ പറയുന്നു. പ്ലസ് ടു അതിൻ്റെ പകുതിയുള്ളൂ എനിക്ക്. 8 ഉള്ളൂ. പക്ഷേ നമ്മളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ കൂടെ പഠിച്ചവരും നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാരും റാങ്ക് കിട്ടിയിട്ടുള്ള അന്നത്തെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാരൊക്കെ ഏതെങ്കിലും പഠിക്കാത്ത ചില ആളുകളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഞങ്ങളുണ്ട്. ഞാൻ 8ാം ക്ലാസ്സുകാരനായതുകൊണ്ട് പറയണതല്ല. നമ്മൾ ഈ ക്ലാസ് ചുമരിൻ്റെ അകത്ത് ഇരുന്നിട്ടുള്ള ഈ സോഷ്യൽ സ്റ്റഡിയോ സയൻസോ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ. അപ്പം അവർ നന്നായിട്ട് ഭരിക്കാനും കാര്യത്തിനൊക്കെ അവർക്ക് അറിവുള്ള സ്ത്രീ ആയതുകൊണ്ടായിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. ഇത്രയും മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഡോക്ടർ, ഫസ്റ്റ് റാങ്ക് കിട്ടിയ LLB-കാരൻ, ഇവരൊക്കെ ഒരു പ്രാക്ടീസ് ഇല്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. 3 കൊല്ലം 4 കൊല്ലം തോറ്റു വന്നിട്ടുള്ള ഡോക്ടർമാരുടെ വീടിൻ്റെ പടിക്ക് ഭയങ്കര ജനക്കൂട്ടവും. അപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് അയാൾക്കുള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത്. നന്നായി സംസാരിക്കാൻ തുടങ്ങി. ഇന്നസെന്റ് ലോക്സഭയിൽ പോയി ഒരു കലക്കും. ഇന്നസെന്റ് ചിലവരോട് പറഞ്ഞു ഇന്നസെന്റ് ഒരു കലക്കൂട്ടോ. എന്ത് കലക്കണം അവിടെ പോയിട്ട്? ഞാൻ എന്താ മോര് കടയാൻ നടക്കുക അവിടെ? അപ്പോൾ അതൊക്കെ വലിയ കാര്യമുള്ള കാര്യമല്ല. അങ്ങനെ കലക്കിയിട്ടോ ഒരുപാട് സംസാരിച്ചിട്ടോ ചിലപ്പോൾ ഇതൊന്നും വലിയ സംസാരിക്കാതെ ചില കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും.
പാർലമെന്റിലേക്ക് പോകും മുമ്പ് നന്ദി പറച്ചിലൊക്കെ കഴിഞ്ഞതല്ലേ? നാട്ടുകാർക്ക് ഇന്നസെന്റിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാകും. നന്ദി പറയാൻ വേണ്ടി 7 ദിവസമാണ് നന്ദി പറച്ചില്. ഒരു ജീപ്പാണ്, ആ ജീപ്പിന്റെ 2 സൈഡിലും ഇങ്ങനെ അഴികളിട്ട് കെട്ടിയിരിക്കുക, 2 സൈഡിലും. അതിന്റെ പിന്നില് ആ നാട്ടിലെ MLA അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിയുടെ പ്രധാന ആളോ എൻ്റെ പിന്നിൽ കയറി നിൽക്കുന്നുണ്ടാവും. കാലത്ത് 7 മണിക്ക് എന്നെ ആ വണ്ടിയിൽ കയറ്റി കെട്ടും. അത് കഴിഞ്ഞാൽ പുല്ലും വെള്ളമൊക്കെ അതിൻ്റെ അകത്ത് തന്നെ എനിക്ക് തരും. ഉച്ചയാവുമ്പോൾ അവരത് മാറ്റി കെട്ടും. എന്നിട്ടൊന്ന് വൃത്തിയൊക്കെ ആക്കി കുറേ ബൊക്കയും സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ എടുത്ത് മാറ്റി നമുക്ക് നിൽക്കാനുള്ള സ്ഥലം വീണ്ടും അവർ ഉണ്ടാക്കും. പിന്നെ വൈകുന്നേരം 7 മണിക്കാണ് നമ്മൾ അതിൽ നിന്ന് അയച്ച് മാറ്റുക. നന്ദി പറയണ്ടെന്ന് തോന്നും നമുക്ക്. കാരണം നല്ല ഈ റോഡ് എല്ലാ ഉൾവഴി കൂടെയൊക്കെയാണ് പോവുക. നമ്മൾ ആ വഴി കൂടെയൊക്കെ പോയി ഒരു 60 വയസ്സിലും മേലെയുള്ള ഒരാളെ ഇങ്ങനെ 2 ദിവസം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവൻ 60 ദിവസം കഴിഞ്ഞിട്ട് അവനെ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പം അത് മിനിഞ്ഞാന്നാണ് എൻ്റെ കഴിഞ്ഞത്. ഞാൻ കണ്ട കാര്യമാണ്. എന്നെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ അങ്കമാലിയിൽ വെച്ചിട്ട് അവിടെ നമ്മുടെ വണ്ടിയുടെ ഒന്നുമല്ല, ഒരു ട്രാഫിക് ജാം വന്നു അവിടെ പെട്ടെന്ന്. ആ സമയത്ത് എൻ്റെ അതേ എതിർവശത്ത് ഒരു പോത്തിനെ ഇതുപോലെ തന്നെ മുളവടിയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഞാനിവിടെ പോത്ത് ഇവിടെ LDFന്റെ ആളുകളുണ്ട്, BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. ഇവരെല്ലാവരും എന്നെ ഒന്ന് നോക്കും, പോത്തിനെ ഒന്ന് നോക്കും, പോത്തിനെ ഒന്ന് നോക്കും, എന്നെ നോക്കും. ഞാനങ്ങടൊരു എൻ്റെ ഉള്ളിലൊരു എനിക്ക് തോന്നുന്നതാണതൊക്കെ. ഞാൻ ഒന്ന് തല ഇങ്ങനെ ചരിച്ചപ്പോൾ ആ BD ദേവസ്വം എന്ന് പറഞ്ഞ MLA മറ്റുള്ളവരോട് പറഞ്ഞു ദേ ഇരിക്കണമെന്ന്. ഞാൻ മനസ്സിലായ. അപ്പം ഞാൻ പിന്നെ പറയുന്നത് ഇതാണ്, ഞാൻ പതുക്കെ പോത്തിനെ ഒന്നിങ്ങനെ നോക്കിയെന്നും ആ സമയത്ത് പോത്ത് എന്നെ നോക്കിയെന്നും പോത്തിന്റെ മനസ്സിലുള്ളത് ഞാൻ വായിച്ചു. പോത്ത് എന്നോട് ചോദിക്കണ പോലെ എനിക്ക് തോന്നി, ഇന്നസെന്റ് താനല്ലേ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റ്? അതെ. തനിക്കല്ലേ ഇക്കണ്ട ആളുകൾ മുഴുവൻ വോട്ട് ചെയ്ത് ഇപ്പൊ MP ആക്കിയത്? അതെ. പിന്നെ വെട്ടാൻ കൊണ്ടുപോണി പോത്തിനെ. അപ്പം പോത്ത് കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, തനിക്കും എൻ്റെ ഗതിയായില്ലേ എന്നാണ്. മനസ്സിലായ? അപ്പോൾ ഇതൊക്കെ ഈ ഇങ്ങനെ പോകുമ്പോഴും ഈ പറഞ്ഞ പോലെയുള്ള ബാക്ക് പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം, ഞാൻ അസുഖമൊക്കെ മാറി വന്നിട്ടുള്ള ആളാണ്. എന്നെ 7 ദിവസം കൊണ്ടുകൊടുക്കാൻ പറ്റിയ ആളല്ല ഈ വെയിലത്ത്. ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് പോകണമെന്ന് മാത്രമേ. ആ പോത്തിനെ പോലെ പോയി തിരിച്ചു കൊണ്ടുപോരുമ്പോൾ പാർട്ടിക്കാർ കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വാഗ്ദാനങ്ങൾ പാലിക്കാനൊന്നും പറഞ്ഞതല്ലെന്നും കേട്ടു ചാലക്കുടിയിൽ നിന്ന്. ഞാനൊരു കാര്യമില്ലാണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, ഈ കൂട്ടത്തിൽ എനിക്ക് വോട്ട് ചെയ്യാത്ത ചില ആളുകളുണ്ട്, അവരെനിക്ക് കാണാം, മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ അവരെ നോക്കുമ്പോൾ അവർ വേറെ സ്ഥലത്തേക്ക് നോക്കുകയാണ്. ആ വോട്ട് ചെയ്യാത്ത ആളുകൾക്ക് പെട്ടെന്ന് ചിരി വരും, ഇവർക്കും ഭയങ്കരമായിട്ട് ചിരി വരും. കാരണം ഇവർക്കറിയാം അയാളെ ആരാണെന്നുള്ളത്. അതൊരു ഭയങ്കര രസമായ കാഴ്ചയായിരുന്നു, ഒരാളും പറയാത്തതാണ്. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, സാരില്ല, നിങ്ങൾ ഇത്തവണ എനിക്ക് ചെയ്തില്ലേ, നിങ്ങളുടെ ആദർശങ്ങളും കാര്യങ്ങളൊക്കെ വേറെയാണ്, നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നന്ദി പറഞ്ഞത്. അല്ലാണ്ട് മറ്റേ ഇത് വേറെ വിധത്തിൽ നന്ദി പറയാം, പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ നന്ദി പറയാനാണ്. പിന്നെ പറയും, ഇപ്പം ഇതിനകത്ത് ചില ആൾക്കാർ ആലോചിക്കുന്നുണ്ട്, വലിയ ക്യാമനായിട്ട് ഈ വണ്ടിയുടെ മുകളിൽ നിന്ന് ഇപ്പോൾ എന്തെല്ലാം വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ പറയണേ, ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ടേ ഇയാൾ വരുള്ളൂ എന്നാലോചിക്കുന്ന ആളുകളില്ലേ? അവരൊന്നും മിണ്ടില്ല. ഞാൻ പറയും ഉണ്ട്, പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നസെന്റിനെ പറ്റി അവർക്ക് ശരിക്കും അറിയാണ്ടാണ്. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അപ്പം അവരിങ്ങനെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പം ഞാൻ 5 കൊല്ലം എന്നല്ല, ഇനി വരികയില്ല. പക്ഷെ അതിനൊക്കെ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു, അതിന്റെ നേരം പോക്കുകൾ ആസ്വദിക്കുന്നു. ഈ നർമ്മം കൊണ്ട് മോദിയെ വീഴ്ത്തി ചാലക്കുടിക്കാർക്ക് വേണ്ടത് ഇന്നച്ചൻ കൊണ്ടുവരും എന്ന് ഉറപ്പായി. പാർലമെന്റിലും കഞ്ഞി കുടിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നർത്ഥം. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ജോക്കർ കളി. വിമർശനം മാത്രമല്ലല്ലോ, അതിന്റെ പദപ്രയോഗം ഉണ്ടല്ലോ. കൂടുതൽ അന്വേഷണ വിധേയനായി സസ്പെൻഡ് ചെയ്യാൻ എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ്.